ബീഹാറിലേക്ക് പോകണം. രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 122 മണ്ഡലങ്ങളിലെ പ്രചാരണമാണ് ഇന്ന് അവസാനിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വലിയ താരപ്രചാരകർ ബീഹാറിലെ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ബീഹാറിലെ ബോധ്ഗയയിൽ നിന്ന്, ബോധ്ഗയ നിങ്ങൾക്കറിയാമല്ലോ, ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഈ ബോധ്ഗയ എങ്ങനെയുണ്ട്? നമുക്കൊന്നും ഇവിടെ പോകാൻ പറ്റിയിട്ടില്ല. ശ്രീനാഥ് ആദ്യമായിട്ടൂടെ പോകുന്നു. ഞാനിപ്പോൾ ഉള്ളത് ബോധ്ഗയയിലെ പ്രധാന ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. ഇവിടെ ഇപ്പോൾ വലിയ തിരക്ക്. ഇതൊരു പ്രധാനപ്പെട്ട, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ശ്രീബുദ്ധൻ ധ്യാനത്തിലിരുന്ന് അദ്ദേഹത്തിന് ബോധോദയമുണ്ടായ ഈ സകല ദുഃഖങ്ങളുടെ മൂലകാരണവും അതിൽ നിന്നുള്ള മോചനവും അത് എങ്ങനെയാണ് എന്ന ഉള്ള തിരിച്ചറിവ് ബുദ്ധനുണ്ടായ ഇടമാണ് ഈ 49 ദിവസം ശ്രീബുദ്ധൻ ധ്യാനമിരിച്ചു ഇരുന്ന ഇടത്തൊക്കെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്ര കോംപ്ലക്സിനകത്താണ് ഈ ബോധി വൃക്ഷം, ശ്രീബുദ്ധൻ ധ്യാനത്തിലിരുന്ന ആ വൃക്ഷം ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്ര കോംപ്ലക്സിന് അകത്താണ്. നമുക്ക് അകത്തേക്ക് പോകേണ്ടതുണ്ട്. തൽക്കാലം അതിന് ചില അനുമതികൾ കൂടി കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഓഫീസുകളും മറ്റും തുറക്കാൻ സമയമെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അകത്തേക്ക് പോകാത്തത്. പക്ഷേ ഇവിടെ ഇപ്പോൾ വലിയ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലതരത്തിൽ ആളുകൾ. എനിക്ക് കൗതുകമായി തോന്നിയത് ഇവിടെ ഈ നന്മ ചെയ്യുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഈ ബുദ്ധമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ കുറെ കിളികളെ കൂട്ടിലടച്ചെത്തിയ ഒരാളെ കണ്ടു. അദ്ദേഹം ആ കിളികളെ വിൽക്കാനല്ല, ആ കിളികളെ കൂട് തുറന്ന് വിടുന്നതിനാണ് പണം വാങ്ങിക്കുന്നത്. ഞങ്ങളെ കണ്ടപ്പോൾ, ക്യാമറയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം കിളിയുമായി ഇവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില കൗതുകരമായ കാഴ്ചകൾ നമുക്ക് ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ, ഇന്നിപ്പോൾ പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ 2 ഘട്ട തെരഞ്ഞെടുപ്പുകളും അതിന്റെ പ്രചാരണവും ഒക്കെ അവസാനിച്ച് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക്, രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വലിയ പോളിംഗ് നടന്നു, റെക്കോർഡ് പോളിംഗ് നടന്നു. 65% മുകളിലേക്ക് പോളിംഗ് വന്നു. അത് ആരെ തുണച്ചു എന്ന കാര്യത്തിൽ മുന്നണികൾക്കൊക്കെ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ പരമാവധി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മുന്നണികൾ. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളൊക്കെ കൂട്ടത്തോടെ സംസ്ഥാനത്തേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം എല്ലാ ദിവസവും ഇവിടെ ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട്, റാലികളിൽ സംസാരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എത്തുന്നുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല, പ്രിയങ്ക ഗാന്ധിയായിരുന്നു പ്രചാരണത്തെ നയിച്ചത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കൂടി ഈ പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രചാരണത്തിന്റെ ഒരു കൊട്ടിക്കലാശം, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ ഒരു കൊട്ടിക്കലാശം കണക്കിയുള്ള കാഴ്ചകളാകും ഇന്ന് കാണാൻ കഴിയുക എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജൻസുരാജ് പാർട്ടി ഒരു നിർണായക ഘടകമായി ഉണ്ട് എന്നൊരു തോന്നൽ നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട്. അവർ വലിയ തോതിൽ വോട്ട് പിടിക്കാനോ വോട്ട് ഭിന്നിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ദേശീയ തലത്തിൽ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിധി എഴുത്തിനായുള്ള ഒരു ദിവസത്തെ കാത്തിരിപ്പാണ്. നാളെ കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ രണ്ടാം ഘട്ട വിധി എഴുത്തുണ്ടാവും. പിന്നീട് 14-ാം തീയതി നമുക്കറിയാം ബീഹാറിൽ ആര് അധികാരത്തിൽ വരും, ആര് ഭരണം നിർത്തും, അല്ലെങ്കിൽ ആര് ഭരണത്തിൽ നിന്ന് പുറത്താകും എന്നതിലൊക്കെ തന്നെ ചിത്രം 14-ാം തീയതി തെളിയുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.